വിന്നർ ഫാമിലി. അപ്പോൾ CBSEയിൽ പഠിക്കുന്ന 10+2 പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണണം. ഇത് കണ്ടിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇതുപോലെയൊക്കെ എനിക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അല്ലെ ചെറിയൊരു തോട്ട് പോലും വരികയാണെങ്കിൽ മക്കളെ മാക്സിമം നിങ്ങളിത് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിന് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CBSEയുടെ 10 ആണെങ്കിലും അതുപോലെ തന്നെ +2ൻ്റെയും ഡേറ്റ് ഷീറ്റ് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നൊക്കെയാണ് നമ്മളുടെ എക്സാമുകൾ എന്നുള്ളതും ഇനി എത്ര ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നല്ലേ. അപ്പം നമുക്കറിയാം വെറും ഒരു 60 to 70 ഡേയ്സ് മാത്രമാണ് നമ്മളുടെ മുമ്പിൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽസും അല്ലെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടല്ലേ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ പോയാൽ മതിയോ അല്ലേ, അതോ ഞാൻ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മക്കളെ അല്ലേ? ഓഫ് കോഴ്സ് ഇനിയുള്ള ദിവസം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡ്രീം മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയും 10 അല്ലെങ്കിൽ +2 എന്ന് പറയും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഒരിക്കലും ഞാൻ പറയില്ല 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2ൽ കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയി, അതല്ല, ഒരിക്കലും അതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ 10 ആണെങ്കിലും അതുപോലെ തന്നെ +2 ആണെങ്കിലും നമ്മളുടെ കരിയറിലേക്കുള്ള ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണുള്ളത്. കാരണം ഈ ബേസ് നമ്മളുടെ സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ മക്കളെ +2 കഴിഞ്ഞ് നിങ്ങൾ ഏതൊരു ഫീൽഡിലേക്ക് തിരിയുകയാണെങ്കിലും ആ ബേസ് നിങ്ങളുടെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭമായിരിക്കും, അത്രയും സുഖമായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ അല്ലെ പഠിക്കാനും മുമ്പോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് അത്രയും എളുപ്പമായിരിക്കും. ഇപ്പം നമുക്കൊന്നും അറിയാതെ ജസ്റ്റ് പാസ്സായിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് എക്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് പോകും. സോ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചില്ല, കുഴപ്പമില്ല, ഓക്കെ, ഇനിയും നമുക്ക് ദിവസമുണ്ട്. ഇതും പ്രോപ്പറായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡ്രീം ചെയ്ത ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ എന്തായാലും പറ്റും. ഓക്കെ, അത് എത്തിയവരുള്ളത് കൊണ്ടാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നില്ലേ നിങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കാം, 3 മണിക്കൂറായിരിക്കാം, 4 മണിക്കൂറായിരിക്കാം. പക്ഷേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങളൊരു മിനിമം 12 മണിക്കൂർ നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കൂളുകൾ ഉണ്ടാവും അല്ലേ. സ്കൂളുകൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം അത് സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ആ 12 മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിക്കാം. അപ്പോൾ 12 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയാവില്ലേ, ഈ 12 hours ഒക്കെ എങ്ങനെയിരുന്ന് പഠിക്കുക മക്കളെ. ഒരിക്കലും മിസ് പറയില്ല ഈ ഒരു വർഷം മൊത്തം നിങ്ങൾ 12 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, അല്ല, ഒരിക്കലും മിസ് അതല്ല പറയുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം എനിക്ക് എത്ര ചാപ്റ്റേഴ്സ് അറിയാം, എനിക്ക് എത്ര ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല അല്ലേ, എത്ര ചാപ്റ്റേഴ്സ് എനിക്ക് പകുതി അറിയാം, നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഞാൻ ഇത്രയും സമയം ഇരുന്ന് പഠിച്ചാലല്ലേ എനിക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയി റിവിഷൻ നടത്തി എക്സാം എഴുതി നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്യും അല്ലേ, എടാ നമുക്കിന്നൊന്ന് പുറത്ത് പോയാലോ അല്ലേ, നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ ഇൻട്രസ്റ്റ് അങ്ങോട്ടേക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടേക്ക് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ദിവസങ്ങളിലെങ്കിലും നമുക്കത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ. ഒരിക്കലും മിസ് പറയുന്നില്ല നിങ്ങൾ ഫുള്ളായിട്ട് ഒഴിവാക്കണം അല്ലേ, ഇതൊന്നും ഇനി ചെയ്തുകൂടാ എന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുമ്പോഴാണ് നമ്മളുടെ ബ്രെയിനും ബാക്കിയെല്ലാം സ്ട്രെസ്ഡായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, എനിക്ക് ഒന്നിനും അല്ലേ, ഞാൻ ഭയങ്കര ഹെക്ടിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ ബ്രെയിനൊക്കെ ടയേർഡ് ആവാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതായിരിക്കാം, ചാറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, വീട്ടുകാരോട് സംസാരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ സമയം കണ്ടെത്തുക. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലിമിറ്റ് വെക്കാം, ഒരു ടൈം ബൗണ്ട് ആയിട്ട് എല്ലാം ചെയ്യാം.
മെയിനായിട്ട് നിങ്ങൾക്ക് ഒന്നിനും സമയം തികയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഇല്ലാതിരിക്കുമ്പോഴാണ്. നന്നായിട്ട് നിങ്ങളൊരു പ്ലാൻ ചെയ്ത് നോക്കൂ. അതായത് എനിക്ക് അല്ലേ ഇത്ര സമയം കൊണ്ട് ഇത്ര എണ്ണമാണ് തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് തീർക്കേണ്ടത്, അപ്പോൾ ഒരു ദിവസം ഞാൻ ഇത്രയും തീർത്തിരിക്കും എന്നുള്ള ഒരു ഡേ നിങ്ങൾ അതിന് വേണ്ടി കളയുക. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് പ്ലാൻ ചെയ്യുക. എല്ലാവരുടെയും ഫസ്റ്റ് സാധനം പ്ലാനിങ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കും. പക്ഷെ 2 ദിവസം അത് ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ വിട്ടുകളയും. അങ്ങനെ ഇനി ചെയ്യരുത്. അത് ഫോളോ ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ റിസൾട്ടും ബാക്കിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് സമയം കുറയ്ക്കുക. എന്നിട്ട് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക, കുറച്ച് ചെയ്യുക. ബാക്കിയുള്ള സമയം എഫക്റ്റീവായിട്ട് പഠിക്കുക. ഇപ്പോൾ പലരും ഉണ്ടാവും ഒരു ദിവസം ചിലപ്പോൾ ഹാഫ് ഡേ നമ്മൾ അറിയാണ്ട് നമുക്ക് മടി പിടിച്ച് വേസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം അപ്പോൾ വേസ്റ്റ് ചെയ്ത് പോയി എന്ന് വെച്ചാൽ ദുഃഖിപ്പിച്ചിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എന്തായാലും നമ്മളത് വേസ്റ്റ് ചെയ്തു. സോ നമ്മൾ അടുത്ത പരിപാടി നോക്കുക. എന്താ അതിന് ശേഷമുള്ള ദിവസം വരുന്നുണ്ടല്ലേ, ഒരു ഹാഫ് ഡേ ഇല്ലേ, അത് നല്ല പ്രൊഡക്റ്റീവായിട്ട് എടുക്കുക. നന്നായിട്ട് ആ സമയം ഇരുന്ന് പഠിക്കുക. ഓക്കെ, അങ്ങനെ എന്താ ചെയ്യുക? നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്തതിനെ ഓർത്ത് റിഗ്രറ്റ് ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എങ്ങനെ നന്നാക്കാൻ പറ്റും, എങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഒരിക്കലും ഇപ്പോൾ നമ്മളൊരു സമയം, ചിലവർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം, അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ എണീറ്റിരുന്ന് പഠിക്കണം എന്നാണോ അതിനർത്ഥം? അല്ല. അതായത് രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, എനിക്ക് ഈ സമയത്ത് ഇരുന്ന് പഠിക്കാനാണ് സുഖം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ഒരു ടൈം രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കാം. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പക്ഷേ ആ സമയങ്ങളിൽ ഉറക്കം തൂങ്ങിയിരിക്കാതെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഉറക്കം തൂങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. മാത്സിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സുഖം തോന്നും. അപ്പോൾ ഉറക്കം വരില്ല. ഓക്കെ, ആൻഡ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടയേർഡ് ആയിപ്പിക്കും എന്ന് തോന്നുന്ന സബ്ജക്ട്സ് ആ സമയത്ത് ചൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ടൈമും ഓരോ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യും മക്കളെ. ഓക്കെ, അപ്പോൾ ഇനി ഡേറ്റ് ഷീറ്റ് വന്നു, പ്രാക്ടിക്കൽ എക്സാംസ് ആയി, ഇനി നമ്മുടെ കയ്യിൽ വേസ്റ്റ് ചെയ്യാൻ ഇനി സമയമില്ല. സോ ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ സ്വന്തമായിട്ടൊന്ന് തീരുമാനിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ ഇതുള്ളൂ. അപ്പം ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് പറ്റിക്കൂടാ എന്നുള്ള കാര്യം ചിന്തിക്കുക. അല്ലാതെ ഒരാൾക്ക് പറ്റി എന്നെക്കൊണ്ട് ഇനി ഇത് പറ്റത്തേ ഇല്ല എന്ന് വിചാരിക്കാതെ, അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കും അത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾ ഉള്ളിൽ വെക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ എന്നും കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മിസ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചാനലിൽ ഇത്തരം വീഡിയോസ് വരികയാണെങ്കിൽ നന്നായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഈ ടോപ്പിക്കിലൊരു വീഡിയോ ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൈവുകളൊക്കെ റെഗുലറായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷനൊക്കെ അമർത്തി വയ്ക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റും കൃത്യസമയത്ത് കിട്ടും. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മക്കളെ ഒരു 12 hours, കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കഠിന പ്രയത്നം ചെയ്ത് ഒരു 12 hours പഠിച്ചു നോക്കൂ. അതിനുള്ള റിസൾട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിരിക്കും. പക്ഷെ ഒരിക്കലും ബ്രേക്ക് എടുക്കാതിരിക്കരുത്. ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ടയേർഡായി പോകും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എടുത്ത് അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെങ്കിലും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു സോ മച്ച് മക്കളെ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.